നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ കുഴിയടക്കൽ മാമാങ്കത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ന് ന്യൂസ് വാച്ച് ആരംഭിക്കുന്നു. ആഘോഷങ്ങളുടെ പേരിലുള്ള ധൂർത്തിനെതിരായ മുന്നറിയിപ്പുകളും കാണം വിറ്റും കുടിച്ചു മുടിയുന്ന കേരളത്തെക്കുറിച്ചും ഇന്ന് അന്വേഷിക്കുകയാണ്. ജീവിത സായാഹ്നത്തിൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരു നടിയുടെ വിലാപവും പോയ വാരത്തിൽ പ്രേക്ഷകരെ തൊട്ടുണർത്തിയ മറ്റു ചില വാർത്തകളും തുടർന്ന് കാണാം. ആഗസ്റ്റ് 15 കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിലെ സകലമാന കുഴികളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് കുറച്ചുനാൾ മുമ്പ് ഒരു മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇടതു മന്ത്രിസഭയിൽ നമുക്ക് പ്രതീക്ഷയുള്ള ഒരാളായതുകൊണ്ട് അത് നമ്മൾ വിശ്വസിച്ചു. മറന്നുപോയവർക്കായി ആ വാക്കുകൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. മൊത്തം 86,837 കുഴികൾ PW റോഡുകളിൽ അടച്ചിട്ടുണ്ട്. ഇനി 5,340 കുഴികളാണ്. അത് ഓഗസ്റ്റ് 15-നുള്ളിൽ അത് പൂർണ്ണമായിരിക്കും. ആഗസ്റ്റ് 15ഉം 30ഉം കഴിഞ്ഞിട്ടും കുഴികളൊക്കെ പൂർവാധികം ഭംഗിയായി കുളമായി കിടക്കുന്നു. വെള്ളക്കെട്ടുള്ളിടത്തും അല്ലാത്തിടത്തും കുഴികൾ. നടുവൊടിഞ്ഞു വാഹനങ്ങളും യാത്രക്കാരും ദുരിതയാത്ര തുടരുമ്പോൾ മന്ത്രി തോമസ് ഐസക് പൊതുമരാമത്ത് വകുപ്പിന്റെ പെരുംകുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. കുഴിയടയ്ക്കാൻ തുടർന്ന് നിയോഗിക്കപ്പെട്ടതാകട്ടെ മന്ത്രി വിജയകുമാർ. നിയമവശങ്ങളൊക്കെ കുറച്ച് നോക്കിയതുകൊണ്ടാണോ എന്തോ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ കൊണ്ട് കുഴിയടയ്ക്കാൻ മുതിർന്നില്ല. ഭാഗ്യ പരീക്ഷണത്തിനും ശ്രമിക്കുന്നില്ല. പ്രഖ്യാപനങ്ങളോട് താല്പര്യമേ ഇല്ല, പ്രവൃത്തിയാണ്. PWD മാനുവലും കോഡും കാലോചിതമായി പരിഷ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കുഴി ഒരു തുടരൻ പ്രക്രിയയാണെന്നും മൂടി തോൽപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് ഉറപ്പ്. ഇതിനിടയിലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: പൊതുമരാമത്ത് വകുപ്പ് ധന ദുർവിനിയോഗ വകുപ്പായി മാറിയിരിക്കുന്നു എന്ന്. ധനവിനിയോഗം ധന ദുർവിനിയോഗമായിട്ട് മാറുന്നു എന്നതാണ് ആക്ഷേപം. അതിനെങ്ങനെ പരിഹാരം കാണാം? അതിന് പരിഹാരം കാണാനുള്ള കുറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ടെൻഡറല്ല, ശരിയായ ടെൻഡർ നടപടിയല്ല, ടെൻഡറിന്റെ പേരിലുള്ള ഒരു ഒത്തുകളിയാണ്. തൊട്ടു മുമ്പുള്ള മന്ത്രിയുടെ കുഴിയടപ്പ് മാമാങ്കത്തെക്കുറിച്ചാണോ അതോ അതിനു മുൻപുള്ളവരെ കുഴിയിൽ ചാടിക്കാനാണോ ഈ പ്രസ്താവനയെന്ന് അറിയില്ല. ഈ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്തിന്റെ തലപ്പത്തെത്തുന്ന 5ാമത്തെ മന്ത്രിയാണ് വിജയകുമാർ. മുൻപുള്ളവർ അടച്ച മുഴുവൻ കുഴികളും തോണ്ടി നോക്കാമെന്ന് സാരം. ഏതാണ് പൊതുമരാമത്ത് വകുപ്പിലെ ഈ കുഴി രാഷ്ട്രീയം? ആയ കാലം ആത്മവിശ്വാസത്തോടെ വകുപ്പ് നോക്കിയ മുൻമന്ത്രി മോൻസ് ജോസഫ് ന്യൂസ് വാച്ചിനോട് പറഞ്ഞത് ഇങ്ങനെ: കുഴികൾ അടയ്ക്കുക എന്നതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല. ആ റോഡിന്റെ പുനരുദ്ധാരണത്തിലേക്ക് വരണം. ഒരു പാച്ച് വർക്ക് എന്ന് പറയുന്നത് ഓരോ റോഡിനെയും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത് കേരളമൊട്ടാകെ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഇന്ന് നേരിടുന്ന വലിയ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. റോഡങ്ങ് മോശമായിട്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുന്നത് എല്ലാ ജില്ലകളിലും ഇപ്പോൾ അതൊരു മുഖ്യ പ്രശ്നമായി വന്നിരിക്കുകയാണ്. ശ്രീ മോൻസ് ജോസഫ്, കുഴികൾ ഇല്ലാതാക്കാൻ എന്താണ് മാർഗം? നമുക്കുള്ള റോഡുകൾ മുഴുവൻ പുനരുദ്ധരിക്കാൻ കഴിയണമെങ്കിൽ ഏതാണ്ട് 600 കോടി രൂപയോളം കേരളത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇത്രയും തുക PWDക്കുള്ള അലോട്ട്മെന്റിൽ വരുന്നില്ല. PWDയുടെ ഓരോ വർഷത്തെയും വർക്കുകൾക്കകത്ത് ചെയ്തു പോകാൻ കഴിയുന്ന മെയിന്റനൻസിന് ഒരു ലിമിറ്റുണ്ട്. ഇന്നത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ അനുസരിച്ചാണെങ്കിൽ ആ PWD അലോട്ട്മെന്റിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പ്രത്യേകമായ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ അലോട്ട്മെന്റ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ആവശ്യമാണ്. ആര് ഭരിച്ചാലും നാട്ടുകാർക്ക് കുണ്ടും കുഴിയും താണ്ടി നിരങ്ങി നീങ്ങാനാണ് വിധി. ന്യൂസ് വാച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുഴികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനം. അടയ്ക്കേണ്ടത് ഫണ്ട് ചോരുന്ന ആ വൻ കുഴികളാണ്. ആഘോഷങ്ങളെല്ലാം ധൂർത്തായി മാറുന്ന ഇക്കാലത്ത് സീറോ മലബാർ സഭയുടെ കൊച്ചിയിൽ ചേർന്ന എപ്പിസ്കോപ്പൽ അസംബ്ലി ഒരു തിരുത്തൽ ശബ്ദമുയർത്തുന്നു. ജീവന്റെ സംസ്കാരത്തിനു വേണ്ടി നിലകൊള്ളാൻ ആഹ്വാനം ചെയ്ത അസംബ്ലി വിവാഹങ്ങളിൽ അടക്കമുള്ള ആർഭാടങ്ങൾക്കെതിരെയും മുന്നറിയിപ്പ് നൽകി. ആഡംബരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണം സമൂഹത്തിലെ നിർധനരെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്നാണ് അസംബ്ലിയുടെ ആഹ്വാനമെന്ന് മാർ സെബാസ്റ്റ്യൻ അടയന്ത്രത്ത് പറഞ്ഞു. പ്രധാനമായുള്ള ചർച്ച വിശ്വാസം നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് ഉപകരിക്കണമെങ്കിൽ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, പാവപ്പെട്ടവര്, പാർപ്പിടമില്ലാത്തവര്, വിഷമിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, വിധവകള്, രോഗികള്, അവരിലേക്കെല്ലാം നീട്ടപ്പെട്ട കരമായിട്ട് മാറുവാനായിട്ടുള്ള സഭയുടെ ദൗത്യം നമ്മളെ എല്ലാ വിശ്വാസത്തെയും അനുസ്മരിപ്പിക്കുവാനായിട്ട്
പിതാക്കന്മാരും അച്ഛന്മാരും കുടുംബയോഗങ്ങളും എല്ലാം തന്നെ കിണഞ്ഞ് പരിശ്രമിക്കണമെന്ന് അവരാവശ്യപ്പെടുകയുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 458 പ്രതിനിധികൾ പങ്കെടുത്ത അസംബ്ലി കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുകയായിരുന്നു. കല്യാണങ്ങൾ മാത്രമല്ല, തിരുപ്പട്ടവും തിരുനാളുകളുമെല്ലാം ലളിതമാക്കണമെന്ന് സീറോ മലബാർ സഭയുടെ വക്താവ് കൂടിയായ ഡോക്ടർ പോൾ തേലക്കാട്ട് ന്യൂസ് വാച്ചിനോട് പറഞ്ഞു. ധൂർത്ത് ഒഴിവാക്കുക എന്നുള്ളത് കല്യാണത്തെ സംബന്ധിക്കുന്ന മാത്രം പ്രശ്നമല്ല. കല്യാണമുണ്ട്, അതിനകത്ത് പട്ടമുണ്ട്, അതുപോലെ തന്നെ മാമോദീസയുണ്ട്, പെരുന്നാളുകളുണ്ട്, ഉത്സവങ്ങളുണ്ട്. ഇതിനുപടി രംഗങ്ങളിലെല്ലാം അമിതമായ ആഘോഷങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ അമിതമായ പണം ചെലവഴിച്ച് ധൂർത്ത് എന്ന വിധത്തിൽ അത് നടത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടതാണ്. ഈ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങൾ പലതും അസംബ്ലിയുടെ രേഖയിലുണ്ട്. ആ രേഖ ഉടനെ തന്നെ 15 അംഗങ്ങളുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കി അത് നടപ്പിലാക്കാനായിട്ട് സെനറ്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ സഭയുടെ മൊത്തമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ രൂപതകളിലാണ് ചെയ്യേണ്ടത്. വേറെ ചില കാര്യങ്ങളൊക്കെ അത് ഓരോ ഇടവകയിലും സ്ഥാപനങ്ങളിലുമാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ആരെയും നിർബന്ധിക്കുന്നതല്ല, അത് പോലീസ് നയമല്ല, മറിച്ച് ഒരു മൂല്യബോധത്തോടെ. നമുക്കുണ്ടാകുന്ന പ്രശ്നം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആർഭാടങ്ങളും പരിഗണിക്കുമ്പോൾ ചുറ്റുപാടുള്ള മറ്റു മനുഷ്യന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ആവശ്യങ്ങൾ നിറവേറ്റാനാകാത്ത സാഹചര്യം സമൂഹത്തിലുണ്ട്. ഉണ്ണുമ്പോഴല്ല, അതിനേക്കാൾ ഉപരി ഊട്ടുമ്പോഴാണ് സന്തോഷം എന്ന് മനസ്സിലാക്കുക. ധൂർത്ത് ഒഴിവാക്കുക എന്നുള്ളത് അൽമാരിയെ കുറിച്ച് മാത്രമല്ല, മെത്രാന്മാരുടെ തലത്തിലും അച്ഛന്മാരുടെ തലത്തിലും സന്യാസികളുടെ തലത്തിലും എല്ലാവരുടെയും തലത്തിലും ഇതെല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും ലളിതമായി ജീവിക്കുക, ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ആഘോഷങ്ങൾ നടത്തുമ്പോൾ ദുഃഖിക്കുന്നവന്റെയും വേദനിക്കുന്നവനും ഇല്ലാത്തവന്റെയും ദുഃഖം അകറ്റുന്ന ഒരു ആഘോഷമായി മാറ്റുക. ആഘോഷങ്ങൾ അനിവാര്യമാണ്, അവയൊക്കെ അതിരുവിടുന്നതാണ് ദുരന്തം. അസംബ്ലിയുടെ നിർദ്ദേശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ചതയ ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനും ഇക്കാര്യത്തിലുള്ള ആശങ്ക പങ്കുവച്ചു. അധികാരവും സ്വാധീനവുമെല്ലാം നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് പലരും ആഘോഷങ്ങളെ മാമാങ്കങ്ങളാക്കി മാറ്റുന്നത്. ഇക്കാര്യത്തിൽ അനുകരണീയമായ മാതൃക കാട്ടിയ മന്ത്രി ബിനോയ് വിശ്വത്തോടും ന്യൂസ് വാച്ച് പ്രതികരണം ആരാഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ വിവാഹങ്ങൾക്ക് ആർഭാടത്തിന്റെ ആവശ്യമില്ല എന്നാണ്. എന്തിനാണ് വിവാഹങ്ങൾക്ക് ആർഭാടം? ആർഭാടം കൂടിയതുകൊണ്ട് ഏത് വിവാഹത്തിനാണ് ആഴമുണ്ടായിട്ടുള്ളത്? ആർഭാടം കുറഞ്ഞതുകൊണ്ട് ഏത് വിവാഹത്തിനാണ് ആഴം ഇല്ലാതായിട്ടുള്ളത്? ദാമ്പത്യത്തിന്റെ ശക്തിപ്പെടലിനും അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോക്കിനും ഒരാവശ്യോപാധിയായിട്ട് നമുക്കൊരിക്കലും ആർഭാടത്തെ കാണാൻ കഴിയില്ല. ശ്രീ ബിനോയ് വിശ്വം, ഇത്തരം ആർഭാടങ്ങളുടെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ആർഭാടം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും ഉണ്ടാക്കി വച്ചിട്ടുള്ളൊരു അനാവശ്യമായിട്ടുള്ള ആചാരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് വന്ന് ഒരു തരത്തിലുള്ള സാമൂഹിക വിപത്തായി മാറുമെന്ന് എനിക്ക് ഭയപ്പാടുണ്ട്. ഒരു പൊതുപ്രവർത്തകന്റെ കണ്ണിലൂടെ ഇതിനെ കാണുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത് ഇന്നത്തെ തോതിൽ ആർഭാടങ്ങൾ മുമ്പോട്ട് പോകാൻ സമ്മതിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ സാമ്പത്തിക തകർച്ചയിൽ ആണ്ടുപോകുമെന്നാണ്. ഒരുപാട് കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെയും മക്കളുടെയും കണ്ണീര് വീഴും എന്നെനിക്ക് ഭയപ്പാടുണ്ട്. വിവാഹത്തിന്റെ ആർഭാടങ്ങൾ ഒരുക്കാൻ വേണ്ടി അതിനുവേണ്ട സ്വർണം കൊണ്ട് വധുവിനെ മൂടാൻ, സ്ത്രീധനം കൊടുക്കാൻ, ആയിരങ്ങളെ വിളിച്ചുകൂട്ടി സൽക്കാരം നടത്താൻ എല്ലാം ആ തത്രപ്പാടിൽ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം കടം മേടിച്ച് നടത്തുന്ന ഒരുപാട് കല്യാണങ്ങളുടെ ഒടുവിൽ ഉണ്ടാകുന്ന ഒരുപാട് ദുസ്ഥിതിയെപ്പറ്റി നമുക്കറിയാം. മന്ത്രി ആയിരുന്നിട്ടും മന്ത്രി എന്ന് പറയാതെ ക്ഷണക്കത്ത് തയ്യാറാക്കാനും ആളെ കൂട്ടാതെ കല്യാണം നടത്താനും കഴിയുന്നവർ നമുക്കിടയിൽ ഉണ്ടാവുന്നത് എത്ര ആശ്വാസകരമാണ്. സ്ഥാനമാനങ്ങളുടെ പിൻബലത്തിൽ കല്യാണങ്ങളെ കൊട്ടിഘോഷങ്ങളാക്കിയവർ മനസ്സിലെങ്കിലും ലജ്ജിക്കട്ടെ. ആഹ്വാനങ്ങൾ കൊണ്ടും നിയമം കൊണ്ടും മാത്രം നിയന്ത്രിക്കാവുന്നതല്ല ഇത്തരം ആർഭാടങ്ങൾ. വ്യക്തിപരമായ നിലപാടുകളാണ് പ്രധാനമെന്ന് മറക്കാതിരിക്കട്ടെ.